എന്റെ ബാല, ഇതെന്തൊരു വലിയ പട്ടണമാണ്. ദുബായ് ഇതിനും വലിയ പട്ടണമാണ്. നീ കണ്ടിട്ടില്ല എന്താ? ഒന്ന് കാണണം. നിങ്ങൾ ഇവിടെ നിൽക്കണം. പാസ്പോർട്ടും ടിക്കറ്റും ഒക്കെ ശരിയാക്കി ഞാൻ ഉടനെ വരാം. അല്ല, ഇത് വിമാനത്താവളമല്ലല്ലോ സാർ? അല്ല, ഇവിടെയെങ്ങും വിമാനം കാണുന്നില്ലല്ലോ. എന്റെ മണ്ടന്മാരെ, ഇവിടെ നിന്ന് 2 കിലോമീറ്റർ പോയാൽ സാന്താക്ലോസ് വിമാനത്താവളമാണ്. നിങ്ങളെ അവിടെ കൊണ്ട് നിർത്തിയാൽ ആള് ബഹളത്തിനിടയിൽ ഞാനിങ്ങനെ കണ്ടുപിടിക്കും. അത് സാരമില്ല, സാറിന് ഞങ്ങൾ കണ്ടുപിടിക്കും. അത് വേണ്ട ബാല, സാറ് പറഞ്ഞതനുസരിക്കാം. എന്നാ സാറ് പോയിട്ട് വാ. ശരി, ഞാൻ പോയിട്ട് വരാം. ഇവിടെ തന്നെ നിന്നോണം, അനങ്ങി പോരുത്. വേഗം വരണം കേട്ടോ. ഉടനെ വരാം. ബാല, നേരെ സന്ധ്യയാറായല്ലോ. ടിക്കറ്റ് എടുക്കാനെന്ന് പറയാൻ ഇങ്ങോട്ട് പോയതാ. അതാ എനിക്കും പിടികിട്ടാത്തെ. നമുക്ക് ആരോടെങ്കിലും ചോദിച്ചു നോക്കിയാലോ? അയ്യോ, ഇത് ബോംബെ നഗരമാണ്. ഇവിടം വിട്ട് എങ്ങും പോരുന്നല്ലേ അയാൾ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴായിരിക്കും ടിക്കറ്റുമായിട്ട് ഇവിടെ വരുന്നത്. ആ, അതും ശരിയാ. ചിലപ്പോ ദുബായിക്കുള്ള ടിക്കറ്റ് കിട്ടാൻ വലിയ വിഷമമായിരിക്കും. ഏതായാലും കുറച്ചുകൂടി നോക്കാം. പലതും സഹിക്കാതെ ഒരു നല്ല കാര്യം നടക്കുമോ? മലയാളികളാണല്ലേ? അതെ സാർ. ഞങ്ങൾ ദുബായിക്ക് പോകാമെന്നവരാ. എന്നിട്ടെന്താ ഇവിടെ നിൽക്കുന്നത്? ബോസ് എന്ന് പറയുന്ന ഒരാൾ ഞങ്ങളെ ദുബൈക്ക് അയക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്നത്. ഞങ്ങളെ ഇവിടെ നിർത്തിയിട്ട് ടിക്കറ്റ് എടുക്കാനാണെന്ന് പറഞ്ഞ് ഉച്ചയ്ക്ക് മുമ്പേ പോയതാ. ഇതുവരെ കണ്ടില്ല. എന്റെ പൊന്നു സ്നേഹിതന്മാരെ, നിങ്ങൾക്കും എന്നെ പോലെ കളിപ്പിരി പറ്റിയെന്നാ തോന്നുന്നത്. അതെന്താ സാർ അങ്ങനെ പറഞ്ഞത്? എന്നെയും ഒരു ദ്രോഹി ദുബായിക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ട് വിട്ടിട്ട് കടന്നു കളഞ്ഞു. ഞാനിപ്പോ ഇവിടെ കിടന്ന് തെണ്ടി തിരിയുക. പടച്ചോനെ, അവൻ നമ്മൾ ചതിച്ചാണോടാ കാതരെ? ഇതിവിടെ നിത്യ സംഭവമാ. നിങ്ങളെ പറ്റിച്ചവനെ ഈ ജന്മത്തെ കണ്ടുപിടിക്കാന്ന് വിചാരിക്കണ്ട. എങ്ങനെയെങ്കിലും നാട്ടിൽ പോയി ചേരാൻ നോക്ക്. എങ്ങനെയാണ് നാട്ടിലേക്ക് പോകുന്നത്? അവിടെ ചെന്ന് മനുഷ്യന്റെ മുഖത്ത് നോക്കാൻ പോവോ? എന്റെ പടച്ചോനെ, ആരോടും ഒരു ദ്രോഹവും ചെയ്യാത്ത ഞങ്ങൾക്ക് ഈ ഗതി വന്നല്ലോ. നമ്മൾ തീരെ ശുദ്ധഗതിക്കാരായപ്പോഴാണ് അബദ്ധം. ഇനി ഇവിടെ നിന്ന് വിഷമിച്ചിട്ട് കാര്യമില്ല. നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാം. എങ്ങനെ പോകാനടാ? ഭക്ഷണം കഴിക്കാവുന്ന കാശ് പോലും ആ ദ്രോഹി തട്ടിക്കൊണ്ട് പോയില്ലേ? മതി 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 മോളെ, മതി. നിങ്ങളും ഇരുന്ന് കഴിക്കും മക്കളെ. മുല്ലാക്ക് കഴിച്ചിട്ട് ഞങ്ങൾ കഴിച്ചോളാം. മോളെ, ഫാദറും ബാലനും ദുബായിലെത്തുമ്പോ ഞമ്മക്കൊരു എഴുത്തയക്കാം. എന്തിനാന്നല്ലേ, ഈ മറിയാമ്മന്റെ കെട്ടിയ വീഡിയോ ഉണ്ടല്ലോ, അല്ല റെപ്പായി, അവൻ ഒരു വീഡിയോ അല്ലേ കൊണ്ടുവന്നിട്ടുള്ളൂ അല്ലേ? ഫാദറും ബാലനും വരുമ്പോ ഒരു 10 വീഡിയോ കൊണ്ടുവന്നിട്ട് ഈ മുറ്റത്ത് നിരത്തി വെച്ചിട്ട് ഇവിടുത്തെ പാവപ്പെട്ട എല്ലാ കുട്ടികളെയും വിളിച്ചിട്ട് കാണിച്ചോളൂ. ബാപ്പ എങ്ങനെയെങ്കിലും ഒന്ന് ദുബായിൽ എത്തിക്കട്ടെ മുല്ലാക്ക. അവിടെ ചെന്ന് ഇറങ്ങി കാണുമ്പോളെ, ദുബായ് എന്ന് പറഞ്ഞ ഒന്ന് കാണേണ്ട നാടാണ്. അവിടുത്തെ കൊച്ചു കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് സ്വർണ്ണ ബിസ്ക്കറ്റാണ്. ആ, ഏതോ പിള്ളേരെ കടിച്ച് വലിച്ചെറിഞ്ഞാണ് ഈ റെപ്പായി പെറുക്കി കൊണ്ടുവന്ന ആളുകൾ പറയുന്നത്. ചിരിക്കണ്ട, ചിരിക്കൊന്നും വേണ്ട. ദുബായ് എന്ന് പറഞ്ഞ ഒരു വിശേഷപ്പെട്ട നാടാണ്. ഈ നമ്മളെ തേങ്ങണ്ടിയും വെളിച്ചെണ്ണ വെക്കില്ലേ, അവിടെ കെന്റിന്നല്ലേ മുക്കിയെടുക്കണത്. മുല്ലാക്ക പറയണത് കേട്ടാ എല്ലാം നേരിട്ട് പോയി കണ്ട പോലെ തോന്നണേ. ഏയ്,
നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല. ഇതെല്ലാം പടച്ചോ നമ്മളെ സ്വപ്നത്തിൽ കാണിച്ചു തന്നല്ലേ. ഇത് പോയോ?